ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന മുണ്ടത്തിക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി നവീകരിച്ചതിന്റെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ആർദ്രം പദ്ധതി വിഹിതമായ 15.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നടന്നു. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലത്തൂർ MP K രാധാകൃഷ്ണൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. നമ്മുടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൂടുതൽ ഉന്നതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഇപ്പോൾ നിർവഹിച്ചത്. ഏറെ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ 4ാമത്തെ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിലാണ് പങ്കെടുക്കുന്നത്. കാലത്തോടെ ഒരു ദിവസം തന്നെ 4 ഒന്ന് തിരുവനന്തപുരം പാമ്പാടിയിലൊരു സബ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുശേഷം പുത്താമ്പുള്ളി ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അതിനോടൊപ്പം നിർവഹിച്ചു. അതിനോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിച്ചതിൻ്റെയും ഇനി തുടരാനുള്ള പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ഞാനും നമ്മുടെ പ്രിയപ്പെട്ട MLA അതുപോലെ മുനിസിപ്പൽ ചെയർമാനെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് നേരം വൈകി വന്നത്. ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MR അനൂപ് കിഷോർ, PR അരവിന്ദാക്ഷൻ, ജമീല B AM, കൗൺസിലർമാരായ ധന്യ നിതിൻ, ജിൻസി ജോയ്സൺ, ലില്ലി വിൽസൺ, ബിജീഷ് KA, മുണ്ടത്തിക്കോട് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ MF, ഹെൽത്ത് ഇൻസ്പെക്ടർ ശശി, ജയചയിമാരായ ബാബു, ബിജയ്, ആശാ വർക്കർമാർ, അംഗനവാടി ടീച്ചർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. VCV ന്യൂസ് മുണ്ടത്തിക്കോട്. You are watching VCV News.